അടുക്കളയിൽ പോയാലോ? ഒരു പരിപ്പ് കുത്തി വെച്ച് കണ്ടിട്ട് വരാം. വായോ, പെട്ടെന്ന് വായോ, ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. 2 വിസിലടിച്ചില്ലേ? 2 വിസിൽ വേണമെന്നില്ല ഏട്ടാ, ഞാൻ പരിപ്പ് ഒരു അരമണിക്കൂർ കുതിർത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വിസിലടിച്ചാൽ മതിയാവും. അപ്പോൾ പാകത്തിന് വെന്ത് കിട്ടും. അതെ ഇതേ പരിപ്പ് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ ഒരു പാത്രത്തിലേക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് നമ്മുടെ ഒരു കുടം വെളുത്തുള്ളി, ഫുള്ളൊരു കുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസ് സബോള ചെറുതാക്കി അരിഞ്ഞു. അതിലേക്ക് നമ്മുടെ സ്വന്തം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഒറ്റൊരു തണ്ട് കറിവേപ്പില ഇട്ടു. ഉപ്പ് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഞാനിപ്പോൾ ഇടുന്നുണ്ട്. എന്നിട്ട് വാട്ടുന്നുണ്ട്. മറ്റേ സബോള വാടാൻ നല്ലതാണെന്നല്ലേ പറയാം. അപ്പോൾ ഒരുവിധം വാടി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇടിച്ച മുളക് വെച്ചിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം കറി കാച്ചുന്നത്. അതായത് നമ്മുടെ പരിപ്പ് കുത്തി കാച്ചുന്നത്. ഇടിച്ച മുളക് 2 ടീസ്പൂൺ, 2.25 ടീസ്പൂണോളം ഇടിച്ച മുളക് ഇടുന്നുണ്ട്. നല്ല എരിവുണ്ട് കേട്ടോ ഇടിച്ച മുളകിന്. അത് കാരണം അത് മതി, ധാരാളമാണ്, നല്ല എരിവുണ്ട്. ഇവിടെ പരിപ്പ് കുത്തി കാച്ചിയിൽ എരിവ് ഇത്തിരി ഇഷ്ടമാണ് കുട്ടികൾക്ക്, അവന്മാർക്ക് 2 പേർക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇത്തിരി എരിവിൽ വെച്ചു. അപ്പോൾ എല്ലാവരും അവരവരെ പാകത്തിന് എരിവും ഉപ്പൊക്കെ നോക്കുക. അത് നന്നായിട്ട് മുരിഞ്ഞ് വന്നപ്പോൾ ഞാൻ നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചത് മുരിഞ്ഞ പരിപ്പ് എന്നാണ് പറയുന്നത്, മുളകിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ലേശം കുറവാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ടീസ്പൂണോളം ഉപ്പ് വീണ്ടും ഇട്ടു. അപ്പോൾ കറക്റ്റ് പാകത്തിന് ഉപ്പായി. അപ്പോൾ ഉപ്പെല്ലാവരും നോക്കിയിട്ട് കറക്റ്റ് അവരവരെ പാകത്തിന് ഉപ്പിടുക. ഉപ്പ് എരിവൊക്കെ സ്വന്തം പാകത്തിന് വേണം ഇടാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പരിപ്പ് കുത്തി വെച്ച തൃശ്ശൂർ സ്റ്റൈലാണ്, ഇഷ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ താങ്ക്സ് സപ്പോർട്ട് ചെയ്തതിന്.